അഭിമന്യരായ നേതാക്കന്മാരെ, സ്നേഹസമ്പന്നരായ സഹപ്രവർത്തകന്മാരെ, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. 2009 മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ഒറ്റപ്പെടാതിരിക്കുക, ഡോണ്ട് ബി ഐസൊലേറ്റഡ് എന്ന് വിളിക്കുന്നത് മനഃപൂർവ്വം, ഡോണ്ട് ഗെറ്റ് ഐസൊലേറ്റഡ് എന്ന് വിളിക്കാത്തതും മനഃപൂർവ്വമാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചിലരങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഡോണ്ട് ബി ഐസൊലേറ്റഡ് എന്ന് വിളിച്ചത്. നിങ്ങൾ ഒറ്റപ്പെടാതിരിക്കുക എന്ന മുദ്രാവാക്യം ഒരു മെസ്സേജായി വിളിക്കുന്നത് ഒറ്റപ്പെടുന്നത് പാപമായതുകൊണ്ടാണ്. വിശ്വാസപരമായ പാപമാണ്, മതപരമായ പാപമാണ്, രാഷ്ട്രീയമായ പാപമാണ്, സാമൂഹികവും സാംസ്കാരികവുമായി അത് പാപമാണ്. ഒറ്റപ്പെടാൻ പാടില്ല. ഒറ്റപ്പെടുക എന്ന് പറയുന്നതിനെ എതിർത്ത് തോൽപ്പിച്ചാണ്. അങ്ങനെ ഒന്ന് തോൽപ്പിക്കൽ അനിവാര്യമായിട്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറന്നു വീഴുന്നത്. 948 മദിരാശിയിലെ രാജാജി ഹാളിൽ ലീഗ് പറന്നു വീടുമ്പോൾ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ പരിശുദ്ധമായ ഖുർആൻ വചനം ആ പ്രമേയത്തിന്റെ മുകളിൽ എഴുതി ചേർത്തത് നിങ്ങൾ ഒറ്റപ്പെടാതിരിക്കുക എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താനാണ്. അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ച് ഒരുമിച്ച് നിൽക്കുക. നിങ്ങൾ ഭിന്നിക്കരുത്. ഭിന്നിച്ചാൽ അത് നാശമാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ 60 കൊല്ലത്തിലെ സ്വാതന്ത്ര്യാനന്തര 60 കൊല്ലത്തെ ചരിത്രം പരിശോധിക്കുക. കേരളത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ 60 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് ആധികാരികമായി പുറത്തുവിട്ടത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണ്. നേരത്തെ പ്രസംഗിച്ചിരുന്ന ജാവേദ് ആനന്ദ് ഇത് സൂചിപ്പിക്കുകയുണ്ടായി. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണ് ആധികാരികമായ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനകത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചില പഠനങ്ങളുണ്ട്. ഇന്ത്യയിലെ ഒരു മുസ്ലിം ജേണലായിട്ടുള്ള മില്ലി ഗസറ്റ് നടത്തിയ പഠനം. ആ പഠനത്തിൽ മില്ലി ഗസറ്റ് പറയുന്നത്, അതിൽ മുഷീറുൽ ഹസൻ എന്ന് പറയുന്ന ഒരു പ്രോ ലെഫ്റ്റ് കൂടിയായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ചിന്തകൻ, അക്കാഡമിക് തലത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മുഷീറുൽ ഹസന്റെ കാഴ്ചപ്പാട്, അദ്ദേഹം പറയുന്നത് കൃത്യമായി 3 കാഴ്ചപ്പാടാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലെ മുസ്ലിങ്ങളിൽ നിന്ന് വിഭിന്നമായി? 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ സ്വപ്നം പ്രാവർത്തികമായത് ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമാണ്. 2ാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അടിസ്ഥാനപരമായി മതബോധമുണ്ടായിരുന്നു. മുസ്ലിം എന്ന നിലക്ക് അവർ മതപരമായി സജ്ജരായിരുന്നു. അതുകൊണ്ട് വ്യക്തി എന്ന നിലക്കുള്ള അവരുടെ പ്രാഥമികമായ ബാധ്യത വിശ്വാസപരമായി നിർവഹിക്കാൻ അവർക്ക് കേരളത്തിൽ കഴിഞ്ഞു. വ്യക്തി എന്ന നിലക്കുള്ള ബാധ്യത, ആ ബാധ്യതയെ ഉൾക്കൊണ്ട ഇവിടുത്തെ മുസ്ലിങ്ങൾ 2ാമത്തെ അവന്റെ ദൗത്യത്തിലേക്ക് കടന്നു. കുടുംബം എന്ന് പറയുന്ന ബാധ്യതയിലേക്ക്, വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലേക്ക്. 3ാമത് അവൻ സമുദായം എന്ന് പറയുന്ന അവന്റെ 3ാമത്തെ ഘടകത്തിലേക്ക് വന്നു. സാമുദായികമായ അവന്റെ വികാരമുണ്ടായി. എന്റെ കുടുംബം, എന്റെ സമുദായം, അത് 3ാമത്തെ ഘട്ടത്തിലേക്ക് സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് വന്നു. 4ാമത്തെ ഘട്ടത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് വന്നു. 5ാമത്തെ ഘട്ടത്തിൽ അത് രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് വന്നു. അതിന്റെ വൈകാരികതയിലേക്ക് വന്നു. വിശ്വാസപരമായ ഭദ്രത കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് വ്യക്തിപരമായ ശുദ്ധീകരണത്തിൽ നിന്ന് കുടുംബത്തിലേക്കും, കുടുംബപരമായ ശുദ്ധീകരണത്തിൽ നിന്ന് സമുദായത്തിലേക്കും, സമുദായത്തിന്റെ കൂട്ടമായ ശുദ്ധീകരണത്തിൽ നിന്ന് സാമൂഹിക പ്രതിബദ്ധതയിലേക്കും, സാമൂഹിക പ്രതിബദ്ധതയിൽ നിന്ന് രാഷ്ട്രം എന്ന് പറയുന്ന വൈകാരികതയിലേക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾ വന്നു. ആ ഒരു മുന്നേറ്റത്തിലുണ്ടായത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റപ്പെടുത്താതെ നിർത്താൻ ഇവിടുത്തെ മുസ്ലിം ലീഗ് പാർട്ടി നേതൃത്വം കൊടുത്തു എന്നതാണ്. ഇവരെ രാഷ്ട്രീയമായി ഒരുമിപ്പിച്ച് നിർത്തി എന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പലരും പറഞ്ഞു വൈകാരികമായ ചിന്ത കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ ഇന്ന് കാണുന്ന വൈകാരികത, കാശ്മീരിലെ മുസ്ലിങ്ങൾ കാണുന്ന വൈകാരികത, ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ കാണുന്ന വൈകാരികത കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. കാരണം 921 കേരളത്തിലാണ് ഉണ്ടായത്. 21ന്റെ വൈകാരികത എന്തായിരുന്നു? രാജ്യത്തെ ഇളക്കി മറിക്കുന്ന ഒരുപാട് പോരാട്ടങ്ങളുടെ കഥ പറയുന്നതാണ് 921. 921ന്റെ വൈകാരികതയിൽ നിന്ന്, അത്തരമൊരു വൈകാരികതയിൽ നിശ്ചലമായി പോകുമായിരുന്ന കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ
പ്രായോഗികവൽക്കരണത്തിലേക്ക്, ക്രിയാത്മകതയിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഒറ്റപ്പെട്ടു പോകുമായിരുന്ന ഉമ്മത്തിനെ കൂട്ടിക്കൊണ്ടുവന്നു, അവനെ മുഖ്യധാരയിൽ ലയിപ്പിച്ചു നിർത്തി, കൂട്ടമായി നിർത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രസംഗം. എന്തായിരുന്നു CH പറഞ്ഞത്? അന്നത്തെ പ്രസംഗങ്ങൾ അവരോട്, മുസ്ലിം ഉമ്മത്തിനോട്, ഒരു പൊതുസമൂഹത്തോട് എന്തായിരുന്നു CH പറഞ്ഞത്? ഇത് നിങ്ങളുടെ നാടാണ്, ഓർമ്മയുണ്ടാവണം. ഒരു മനഃശാസ്ത്രപരമായി മുസ്ലിം ഉമ്മത്തിനെ CH കെട്ടിപ്പടുത്തത് അങ്ങനെയാണ്. 2009 യൂത്ത് ലീഗുകാരനോട് അങ്ങനെ പറയുമ്പോൾ അവർക്കതിൽ അതിശയോക്തിയാണ്. ആരാ പറഞ്ഞത് അല്ല എന്നവർ ചോദിച്ചേക്കാം. പക്ഷെ CH പറഞ്ഞത് ഇത് നിന്റെ നാടാണ്, നിന്റെ നാടാണ്, എന്റെ നാട്. അപ്പൊ ചോദിച്ചു എന്റെ നാട്, കാരണം നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടതാണെന്ന് രാജ്യത്തിലെ ഫാഷിസ്റ്റുകളും രാജ്യത്തിലെ ശത്രുക്കളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മലബാറിലെ മാപ്പിളുടെ മക്കളുടെ മുമ്പിൽ വന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മെസ്സേജ് കൊടുക്കുമ്പോ CH പറഞ്ഞു നിന്റെ നാട്. രണ്ട് ഘടകങ്ങളാണ് ഇതിൽ നിന്നുണ്ടാക്കിയത്. ഒന്ന്, എന്റേത് എന്ന വൈകാരികത. ആ വൈകാരികത എന്താ ഉണ്ടാക്കിയത്? എന്റേത്, എന്റേതെല്ലാം നന്നാവണം, എന്റെ വീട് നന്നാവണം, എന്റെ ഭാര്യ നന്നായിരിക്കണം, എന്റെ കുട്ടികൾ നന്നായിരിക്കണം, എന്റെ നാട് നന്നായിരിക്കണം, എന്റേതെല്ലാം നന്നാവണം. എന്റേത് എന്ന വികാരത്തിൽ നിന്നുണ്ടാവുന്നത് എന്റേതൊക്കെ നന്നാവുക മനുഷ്യന്റെ ഒരു സ്വാർത്ഥതയാണ്. CH പറഞ്ഞു നിന്റെ നാട്, എന്റെ നാട് നന്നാവണം. വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന, അറബ് ലോകത്ത് നിന്ന് പണമുണ്ടാക്കുന്ന നമ്മളുടെ സുഹൃത്തുക്കൾ അവന്റെ പണം മിച്ചം വരുമ്പോ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ഈ മണ്ണിലാണ്. കാരണം ഇതെന്റെ മണ്ണാണ്. അറബ് ലോകം സുഖമാണെന്ന് പറയാറുണ്ട്, സൗദി അറേബ്യ മനോഹരമാണെന്ന് പറയാറുണ്ട്. ഒരു മലയാളിയും സൗദിയിൽ വീട് വെച്ച് താമസിക്കാറില്ല. അവൻ എപ്പോഴും അവന്റെ സമ്പത്തുണ്ടാകുമ്പോ അവന്റെ നാട്ടിൽ എന്റെ നാട് നന്നാവണം. അങ്ങനെ വികാരം എന്താ ഉണ്ടായത്? എന്റെ നാട്ടിൽ റോഡ് വേണം, പാലം വേണം, എന്റെ നാട്ടിൽ അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, ഇടപെടലുകൾ ഉണ്ടാകണം. എന്റേത് എന്ന വികാരത്തെ മുസ്ലിം സമുദായത്തിനകത്ത് CH സന്നിവേശിപ്പിച്ചപ്പോ എന്റെ നാട് നന്നാവുക എന്ന വൈകാരികതയിലേക്ക് മുസ്ലിങ്ങൾ വന്നു. മറ്റൊന്നെന്താണ്? എന്റേതിനൊക്കെ എനിക്കിഷ്ടാണ്, എന്റേതിനോടൊക്കെ എനിക്കിഷ്ടാണ്, എന്റെ ഭാര്യയെ എനിക്കിഷ്ടാണ്, എന്റെ മക്കളെ എനിക്കിഷ്ടാണ്, എന്റെ കുടുംബത്തെ എനിക്കിഷ്ടാണ്, എന്റെ നാടിനെ എനിക്കിഷ്ടാണ്. സ്വാഭാവികമായി ഈ നാടിനെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങി. മൂന്നാമത്തെ കാര്യമോ, എന്റേതിലൊക്കെ എനിക്കൊരു അവകാശബോധമുണ്ട്. എന്താ അവകാശബോധം? എന്റെ മക്കളിൽ എനിക്കൊരു അവകാശബോധമുണ്ട്, എന്റെ കുടുംബത്തിൽ എനിക്കൊരു അവകാശബോധമുണ്ട്, എന്റെ ഭാര്യയിൽ എനിക്കൊരു അവകാശബോധമുണ്ട്, എന്റെ നാട്ടിൽ എനിക്കൊരു അവകാശബോധമുണ്ട്. എന്താ ഉണ്ടായത്? ഇവിടെ 100 ഉറുപ്പിക കൊടുക്കുമ്പോ 10% മുസ്ലിങ്ങളുണ്ടോ, 15% മുസ്ലിങ്ങളുണ്ടോ, 15 ഉറുപ്പിക ഞങ്ങൾക്ക് വേണം. അങ്ങനെയാ സമരമുണ്ടായത്. എന്റേത് എന്ന വൈകാരികതയിൽ നിന്നാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ സമരരംഗത്തിറക്കിയത്. എന്റെ നാട്ടിൽ എനിക്ക് അവകാശം വേണം, എന്റെ നാട്ടിൽ എനിക്ക് കോളേജ് വേണം, എന്റെ നാട്ടിൽ എനിക്ക് സ്കൂൾ വേണം, എന്റെ നാട്ടിൽ എനിക്ക് മദ്രസ വേണം, എന്റെ നാട്ടിൽ എനിക്ക് അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയണം. CH മുഹമ്മദ് കോയ സാഹിബ് മുസ്ലിം ലീഗ് പാർട്ടിയെ എത്ര മനോഹരമായി 921 ഊഷരമായ ഭൂമികയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമായിരുന്ന മുസ്ലിം ഉമ്മത്തിനെ വൈകാരികമായി അവരെ സജ്ജരാക്കുന്നതിനപ്പുറത്ത് വിവേകപരമായി അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ അന്ന് നടത്തിയിട്ടുള്ള മഹത്തായ സേവനം അവരെ ഒറ്റപ്പെടുത്തിയില്ല. പൊതുധാരയിൽ കൊണ്ടുവന്നവരെ നിർത്തിച്ചു. ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ അവർ ഇഴുകിച്ചേർന്നു. അവരെ അകറ്റുവാനുള്ള സകല പരിശ്രമങ്ങളും അവസാനിപ്പിച്ചു. എന്തായിരുന്നു അകറ്റുവാനുള്ള പരിശ്രമം? അന്ന് ചിലർ പറഞ്ഞു, നിങ്ങൾ വോട്ട് ചെയ്യരുതേ, ഇത് ഇന്ത്യയാണ്, ഇത് ഇന്ത്യയാണ്, മനുഷ്യനിർമ്മിതമായ ഭരണഘടനയുള്ള ഒരു രാജ്യം, ഇവിടെ വോട്ട് ചെയ്യരുത്, നിങ്ങളിവിടെ ഒരിക്കലും ജോലി എടുക്കരുതേ, ഇത് അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് നടത്തപ്പെടുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ജോലി എടുക്കരുത്, ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് നിഷിദ്ധമാണ്. അള്ളാഹുവിങ്കൽ നിന്ന് അവൻ പാപത്തിന്റെ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യരുത്, അതുകൊണ്ട് നിങ്ങൾ ജോലി എടുക്കരുത്, അതുകൊണ്ട് നിങ്ങൾ ശമ്പളം പറ്റരുത്. ഒരു വേള ഇസ്ലാമികമായ ഒരു രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങൾ പൊരുതാത്ത കാലത്തോളം ഇന്ത്യയുടെ മണ്ണിൽ നിങ്ങൾ ശ്വസിക്കുന്ന വായു പോലും നിങ്ങൾക്ക് ഹറാമാണ്. മുസ്ലിം സമുദായത്തെ മുഖ്യധാരയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അകറ്റി നിർത്താൻ ഒരു ശ്രമമുണ്ടായി. ആ ശ്രമത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തടുത്തു നിർത്തി. അല്ല, ഇത് നിന്റെ നാടാ, ഇത് നിന്റെ നാടാ, ഇസ്ലാമിക രാഷ്ട്രമാണ് നിന്റേത് എന്ന് വിളിച്ചു പറഞ്ഞപ്പോ പറഞ്ഞു ലീഗ്, CH പറഞ്ഞു, ലീഗ് പറഞ്ഞു, അല്ല, നിന്റെ നാട്, നിന്റെ നാട്. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവരെ കൂട്ടമായി ഒരുമിപ്പിച്ച് നിർത്തി. അവരെ മാറ്റാൻ ശ്രമിച്ചവരെ മുഴുവൻ അവരെ മറ്റൊരു തരത്തിലേക്ക് ആട്ടിയോടിച്ചു.
എന്നാൽ ഇവിടെ ഗുരുതരമായ പുതിയ വർത്തമാന സാഹചര്യത്തിൽ 2009 മുസ്ലിം യൂത്ത് ലീഗ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒറ്റപ്പെടരുത് എന്ന് വിളിക്കുന്നത്? ചില ഘടകങ്ങൾ കേരളത്തിൽ ഉണ്ടായി. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സിയച്ചിന്റെ മനോഹരമായ പ്രസംഗമുണ്ട്. കൂമർ നാരായണന്മാർ ഉണ്ടാവാം, പക്ഷേ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു രാജ്യദ്രോഹി ഉണ്ടാവില്ല. നമുക്ക് എന്തൊരു അഭിമാനമായിരുന്നു അത്. നമ്മളുടെ പിറന്ന മണ്ണിനെ നമ്മൾ ഒറ്റിക്കൊടുക്കില്ല. സിയച്ചിന്റെ വാക്കായിരുന്നു അത്. ഓർമ്മയുണ്ടോ സഹോദരന്മാരെ? അത് പ്രസംഗിച്ച സിയച്ചിന്റെ നാട്ടിൽ നിന്ന് എന്തൊരു ദുര്യോഗമാണ് ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിന് അവർ വരുത്തി വെച്ചത്. ഈ നാട്ടിൽ നിന്ന് മുസ്ലിം നാമം ധരിച്ചവർ ഇന്ത്യയെ ഒറ്റുകൊടുത്തതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്നു. ഈ പാപമാരുണ്ടാക്കിയതാണ്? ഈ അപകടം ആരുണ്ടാക്കിയതാണ്? ഈ തോന്നിവാസത്തിന്റെ നേതൃത്വം കൊടുത്തത് ആരാണ്? അത് പരിശോധിക്കുമ്പോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കണം. 1990 വരെ ഈ സംഭവ വികാസങ്ങളോട് പൊരുതി നിന്നു കേരളത്തിലെ മുസ്ലിം ഉമ്മ, പൊരുതി നിന്നു. 90 എത്തിയപ്പോ എല്ലാത്തിന്റെയും ഒരു കൂട്ടമായ ആക്രമണം ഉണ്ടായി. മുസ്ലിം ലീഗ് പാർട്ടിയെ മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് വന്നു. അതുവരെ എല്ലാം നിരാശ ബാധിച്ച സകലരും എല്ലാവരും വന്നു. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ മുസ്ലിം ഉമ്മത്തിനകത്തേക്ക് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കടന്നു വരാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? മുസ്ലിം എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ മുഴുവൻ തീവ്രവാദത്തിനെതിരായിരുന്നു. ഏതാണ് മുസ്ലിം എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ? ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, നദ്വത്തുൽ മുജാഹിദീൻ, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 100,000 മുസ്ലിം എക്സ്റ്റാബ്ലിഷ്മെന്റുകൾ ഉണ്ട്. അവർ അവരുടെ മദ്രസകൾ, അവരുടെ പള്ളികൾ, അവരുടെ ദഅവത്തുകൾ, അവരുടെ വയലുകൾ എല്ലാം തീവ്രവാദത്തിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിടയിലേക്ക് കടന്നു വരാൻ മതരാഷ്ട്രവാദികൾക്ക് കഴിഞ്ഞില്ല. അവർക്കിടയിലേക്ക് കടന്നു വരാൻ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാതെ വന്നു. 90 മുതൽ നമ്മളുടെ നാട്ടിൽ അപകടകരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താ പ്രശ്നം? ബാബരി മസ്ജിദിന്റെ ഒരു വൈകാരികത ഇന്ത്യ മുഴുവൻ ആഞ്ഞു വീശുകയാണ്. ബാബരി മസ്ജിദ് ഒരു മുസ്ലിമിന് ഒരു വികാരമാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ ഭവനത്തെ കുറിച്ച തർക്കം. നമ്മുടെ വീടായിരുന്നുവെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. പക്ഷേ ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. അതൊരു വൈകാരികതയാണ് മുസ്ലിങ്ങൾക്ക്. ആ വൈകാരികത ഇന്ത്യയിൽ ആളിക്കത്തി വന്നപ്പോ അത് കേരളത്തെയും ബാധിക്കുന്ന ഘട്ടം. ആ ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കൾ ഒരുമിച്ച് നിന്നു. അവിടെയാണ് നമ്മളുടെ നാട്ടിൽ മാധ്യമം പത്രം നിർവഹിച്ചിട്ടുള്ള അപകടകരമായ ഒരു ധ്രുവീകരണം ആരംഭിക്കുന്നത്. പറയാതിരുന്നുകൂടാ. എന്താണത്? എല്ലാ മുസ്ലിം എക്സ്റ്റാബ്ലിഷ്മെന്റുകളെയും അപമാനിക്കുക. സുന്നികൾ ശരിയില്ല, മുജാഹിദുകൾ വെറുതെ തർക്കിച്ച് നടക്കുക, ഒരു കാര്യമില്ല. MSS ശരിയില്ല, MES ശരിയില്ല, ലീഗോ തീരെ ശരിയില്ല, പാണക്കാട് തങ്ങളൊക്കെ കുഴപ്പമില്ല, ഉഷാറാണ്, നല്ല ഉഷാറാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ആമ സാഹിബിന്റെ കയ്യിലെ പാവയാണ്, പ്രതികരണ ശേഷിയില്ല. പതുക്കെ വിഷം കുത്തിവെച്ചു. എന്നിട്ട് ആ വിഷം കുത്തിവെച്ച് നിങ്ങൾ ഓർക്കുക, കോഴിക്കോട്ടെ JDT ഇസ്ലാമിൽ നിന്ന് ആരംഭിച്ചു. ഹസനാജി ഉണ്ടാക്കിയ JDT ഇസ്ലാം, ഹസനാജിയുടെ വിയർപ്പിന്റെ കണമുള്ള JDT ഇസ്ലാം. എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അദ്ദേഹം ഒരു പ്രവാചകനൊന്നുമല്ല. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ മറ പിടിച്ച് ആ മനുഷ്യനെ JDTയിൽ നിന്ന് തുരത്തി ഓടിച്ച് അത് കൈക്കലാക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ അന്ന് തുടങ്ങി. വെറുപ്പ് പ്രചരിപ്പിച്ചു സമുദായത്തിലെ എക്സ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് നേരെ. സമുദായത്തിലെ നേതൃത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു, സമുദായ സംഘടനകളെ അപമാനിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ച് മുസ്ലിം സമുദായത്തിൽ ഒരു മണ്ണിങ്ങനെ ഉഴുതുമറിച്ചിട്ട് അവിടെ വിത്തിറക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ അവരെക്കാൾ ബുദ്ധിയുള്ള, അവരുടെ പുസ്തകങ്ങൾ അവരെക്കാൾ നന്നായി പഠിച്ച വേറെ ചില ആസാമികൾ അതിനു മുമ്പേ പണി തുടങ്ങിയിരുന്നു. ആരാത്? നമ്മളുടെ എല്ലാ ജില്ലകളിലുമായിട്ട് വൈമ, കൈമ, തൈമ, മൈമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വേറെ കുറെ കൂട്ടർ, പഴയ സിമിയുടെ ഒരു കൺവെർഷനായിട്ട് വന്നിട്ടുള്ള കുറെ ആളുകൾ. അവരെന്താ പറഞ്ഞത്? കുട്ടികളൊക്കെ വിളിച്ചു. കുട്ടികളെ ചോദിച്ചു, എന്തേ? ഒന്നുമില്ല, വെറുതെ ഇരിക്കാനാണ് വിളിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ സുന്നിയാണോ? സുന്നി നിർബന്ധല്ലേ, സുന്നി വിടരുത്, സുന്നി തന്നെ വേണം. അപ്പൊ പറഞ്ഞു മുജാഹിദ് നിർബന്ധല്ലേ, ലീഗ് കൊന്നാ വിടരുത്, ലീഗ് നിർബന്ധാണ്. പിന്നെന്തിനാ നമ്മൾ കൂടിയത്? രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നോക്കാൻ ലീഗ്, മതം നോക്കാൻ സുന്നി, മുജാഹിദ് തുടങ്ങിയ സാധനങ്ങൾ. നമ്മളിങ്ങനെ കരാട്ടി കുംഫൊക്കെ പഠിച്ചിട്ട് റെഡിയായി നിൽക്കുക. സമുദായത്തിനെതിരായിട്ട് എന്തേ വരുമ്പോൾ അപ്പം ഇറങ്ങിയാൽ മതി. അപ്പം നമ്മളെ കുട്ടികൾക്ക് തോന്നി അത്ര വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല, സുന്നി അവിടെയാണ് സേഫാണ്, മുജാഹിദ് സേഫാണ്, ലീഗ് വളരെ സേഫാണ് എന്ന് കരുതി ചില കുട്ടികളൊക്കെ വന്ന് പുറപ്പെട്ടു. ഇവരെന്തു ചെയ്തു? ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രം ഉഴുതുപറിച്ച മണ്ണിൽ ഇവര് വിത്തിറക്കി നട്ടപ്പാതിരക്ക് വന്ന്. ജമാഅത്തെ ഇസ്ലാമി സോളിഡാരിറ്റി എന്നുള്ള വിത്തുമായി വരുമ്പോഴേക്കും ഇവരുടെ കള ഇതിനകത്ത് മുളച്ചു പൊങ്ങിയിരുന്നു. അതുകൊണ്ടാണ്
ഏറ്റവും വലിയ ആശയപത്ര പണപ്പിന്തുണയുള്ള സോളിഡാരിറ്റിയേക്കാൾ ഒരു പടി മുമ്പിലേക്ക് LDF-കാരന് വളരാൻ സാധിച്ചത്. അവർക്ക് സംഭവിച്ചു പോയ ഒരു അബദ്ധമായിരുന്നു അത്. ഈ തീവ്രവാദത്തിന്റെ സകല ശൃംഖകളും ബാബരി മസ്ജിദിന്റെ വൈകാരികതയുടെ മുകളിൽ കേരളത്തിൽ ഇറങ്ങി പുറപ്പെട്ടു. ഒരു ഭാഗത്ത് ജമാഅത്ത് കുപ്രചരണം, മറുഭാഗത്ത് LDF-ന്റെ മറ്റൊരാശയ ലോകം, മറ്റൊരു ഭാഗത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇളക്കി മറിച്ച് കാട്ടിപ്പൂത്തയും കാട്ടിപ്പോത്തും ആയിട്ട് നടന്നിരുന്ന നമ്മളുടെ അബ്ദുൽ നാസർ മദനിയുടെ ഗീർവാണ പ്രസംഗങ്ങൾ എല്ലാം കൂടെ വന്നപ്പോ ദൂരെ മാറിങ്ങനെ നിൽക്കുകയായിരുന്ന കുറുക്കനുണ്ടല്ലോ, നമ്മളുടെ CPM കുറുക്കന്മാർ, അവര് കരുതി പറ്റിയ സമയാണ്, ഇപ്പൊ കുടിക്കാം ചോര. ഇറങ്ങി പുറപ്പെട്ടു. സകല അപകടകാരികളെയും നിങ്ങൾ സഹായിച്ചു. മരുമകളുടെ കണ്ണുനീരു കാണാൻ മോന്റെ മരണം നിങ്ങൾ ആഗ്രഹിച്ചു. PDP-യോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിട്ടല്ല, പിന്നെ ഓരെ ശരിയാക്കാം, ആദ്യം ലീഗ് തീരട്ടെ എന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഫലം എന്താ? ലീഗ് പരാജയപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ മഞ്ചേരി ലീഗിന് നഷ്ടമായി. ആലോചിക്കണം, മഞ്ചേരി പോയി. ഏതാ മഞ്ചേരി? ഞങ്ങളുടെ പ്രസംഗകന്മാർ ആലങ്കാരികമായി പറയാറുണ്ട്, ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് ഞങ്ങൾ വരുമ്പോ പാർലമെന്റിൽ 2 ടവലിട്ട് വരാൻ കഴിയുന്നത് ലീഗിന് മാത്രമാണ്. മഞ്ചേരിയും പൊന്നാനിയും. മഞ്ചേരി തോറ്റു. എന്റെ നാട്ടിലെ പ്രായമുള്ള കാർന്നോരായിട്ടുള്ള കൽബാരാക്ക എന്ന് പറയുന്ന ഒരു മേപ്പാടിക്കാരൻ മഞ്ചേരി തോറ്റു എന്ന് വാർത്ത കേട്ടപ്പോ തല ചുറ്റി വീണു. അങ്ങാടി എത്ര പേർ ആർത്തു കരഞ്ഞു. മഞ്ചേരിയിൽ ലീഗ് തോറ്റു. മലപ്പുറം മുനിസിപ്പാലിറ്റി പോയി, തിരൂർ മുനിസിപ്പാലിറ്റി പോയി, മഞ്ചേരി മുനിസിപ്പാലിറ്റി പോയി. പഞ്ചായത്തുകളിൽ നിന്ന് ലീഗ് അങ്ങനെ തോറ്റു തുന്നം പാടി. കാസർഗോഡ് മുനിസിപ്പാലിറ്റി പോയി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റു, മുനീർ സാഹിബ് തോറ്റു, ലീഗ് തിരൂരിൽ ബഷീർ സാഹിബ് തോറ്റു. ലീഗിന്റെ മണ്ഡലങ്ങളൊക്കെ പടപടയെന്ന് പൊട്ടി. നിങ്ങൾ വിചാരിച്ചു തീർന്നു. പക്ഷെ അപ്പോഴും സുസ്മേരപതനായി, ഒരു ചാഞ്ചല്യവുമില്ലാതെ നിശ്ചയദാർഢ്യത്തോടെ ഒരു മനുഷ്യൻ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അഭിവന്യനായ, ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ, ഞങ്ങളുടെ അഭിവന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, മഞ്ചേരിയല്ല, കുറ്റിപ്പുറല്ല, തിരൂരല്ല, എല്ലാം പോയി. അവസാനത്തെ പഞ്ചായത്ത് മെമ്പർ ലീഗിന് നഷ്ടപ്പെട്ടാലും ഒരു തീവ്രവാദിയുടെ അടുക്കളയിലും ഈ പച്ചക്കൊടി കൊണ്ടുപോയി ഞങ്ങൾ പണയം വെക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ തീവ്രവാദികൾ ഒരുക്കിയ കെണിയിൽ, ഇവിടുത്തെ ഇടതുപക്ഷങ്ങൾ ഒരുക്കിയ കെണിയിൽ ഞങ്ങൾ വീണില്ല. ഞങ്ങൾ അങ്ങനെ ഒറ്റപ്പെട്ടു നിന്നില്ല. സമുദായത്തിന്റെ മുമ്പിൽ സജീവമായി ഞങ്ങൾ നിന്നു, ഒരുമിച്ച് നിന്നു, കൂട്ടമായി, ഒരു പ്രയാസമില്ലാതെ. അങ്ങനെ നിന്നപ്പോഴോ എന്താ ഉണ്ടായത്? അങ്ങനെ നിന്നപ്പോ ചരിത്രം മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു വന്നു. ആ തിരിച്ചുവരവിന്റെ ആന്തോളനങ്ങളാണ് കേരളക്കര മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലീഗിലേക്ക് തിരിച്ചു വന്നതിന്റെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നമ്മളുടെ പ്രിയപ്പെട്ട നേതാവ് ആ 2 മണ്ഡലങ്ങൾ ഇതാ സേഫായി നമ്മളുടെ കയ്യിൽ തന്ന് നമ്മളോട് വിട പറഞ്ഞു പോയത്. എത്ര മനോഹരമായി ലീഗിന് തിരിച്ചു വരാൻ കഴിഞ്ഞു. അതിനിടയിൽ ചില സംഭവങ്ങൾ ഉണ്ടായി. ഈ അക്രമകാരികൾ 10-15 കൊല്ലക്കാലം കേരളത്തിൽ ചെയ്തു വച്ച തോന്നിവാസത്തിന്റെ ഫലം എന്താണെന്നറിയോ? ചിലയിടത്തൊക്കെ ചിലർ ഒറ്റപ്പെട്ടുപോയ ഈ ആട്ടിൻകുട്ടികളെ ചെന്നായ പിടിച്ചു. അതാ വാർത്ത. ഒറ്റപ്പെട്ടുപോയ ആട്ടിൻകുട്ടികളെ ചെന്നായ പിടിച്ചു. എന്താണ് നസീറിന്റെ വാർത്ത? ISS-ൽ ഉണ്ടായിരുന്നു, പിന്നെ എവിടുക്കാന്നറിയില്ല, തെരീക്കത്ത് ക്ലാസ്സിൽ പോയിരുന്നു, പിന്നെ PDP-യിൽ വന്നിരുന്നു. ഒരിക്കലും ഈ ജമാഅത്തിന്റെ കൂടെ നിന്നിട്ടില്ല. ഫയാസ് അങ്ങനെയാണ്. ആരാന്റെ മാല പറിച്ചു നടന്നിരുന്ന ഒരു ക്രിമിനൽ ആയിരുന്ന ഫയാസ് അവസാനം തീവ്രവാദത്തിന്റെ ആശയ പ്രചാരണങ്ങളിൽ മദനിയുടെ കൂടെ പോയിരുന്നു. ഒരിക്കലും ഈ ജമാഅത്തിന്റെ കൂടെ വന്നിട്ടില്ല. ആരാണ് റഹീം? ഓരോരുത്തരെ പരിശോധിച്ചോ നിങ്ങൾ. ആരാണ് നയീം? ഇവരൊക്കെ തന്നെ, ആരാണ് മുത്തലിബ്? ഇവരൊക്കെ തന്നെ ഒറ്റപ്പെട്ടുപോയ ആട്ടിൻകുട്ടികളാണ്. ആ ആട്ടിൻകുട്ടികളെയാണ് ചെന്നായ പിടിച്ചത്. ഇവിടെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പറയുന്നത്, ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകരുത്. ഫയാസിന്റെ ഉമ്മ പറയുകയാണ്, എനിക്കെന്റെ മോന്റെ മയ്യത്ത് വേണ്ട. റഹീമിന്റെ ബന്ധുക്കൾ പറയാൻ, ഞങ്ങൾക്ക് മയ്യത്ത് വേണ്ട. എന്താ പറയുന്നത്? മയ്യത്ത് കാണണ്ട് പറയുന്ന ഒരു ഉമ്മ, എന്റെ മകൻ, എനിക്ക് അങ്ങനെ ഒരു മോനില്ല, എനിക്ക് വേണ്ട ആ മകനെ എന്ന് പറയുന്ന നസീറിന്റെ വാപ്പ. എന്താണ് മയ്യത്തിനോടുള്ള ബാധ്യത? മയ്യത്ത് ഒറ്റപ്പെട്ടു പോയി. നിങ്ങൾ ആലോചിക്കുക, എവിടെയാണ് ഇവർ ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? സമുദായത്തിന്റെ പൊതുധാരയിൽ നിന്ന് ഇവരെ മാറ്റിവെച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്തിനാണ് തീവ്രവാദത്തെ എതിർക്കുന്നത്? എന്തിനാണ് യൂത്ത് ലീഗ് ഈ കണ്ടക്ഷോഭങ്ങളൊക്കെ നടത്തി തീവ്രവാദത്തെ എതിർക്കുന്നത്? കാരണം 2 ആണ്. ഇത് സമുദായത്തിന് നിരക്കാത്ത ഏർപ്പാടാണ്. ഇത് ലോകത്തിന് നിരക്കാത്ത ഏർപ്പാടാണ്.
ഇത് രാജ്യത്തിന് നിരക്കാത്ത ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെയാണ് തീവ്രവാദത്തെ എതിർക്കുന്നത് മറ്റൊരു വൈകാരികതയുടെ പുറത്തുമല്ല, വിശ്വാസപരമായ ബാധ്യതയാണ്. വിശ്വാസപരമായ ബാധ്യത. തീവ്രവാദം നിങ്ങളെ ഒറ്റപ്പെടുത്തും. എന്താ തീവ്രവാദികൾ പറയുന്നത്? എന്താ സിയച്ച് പറഞ്ഞത്? നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക, ഭിന്നിക്കരുതേ, ഒരുമിച്ച് നിന്നോ. ഖായിദമില്ലത്ത്, പരിശുദ്ധമായ ഖുർആൻ ഇല്ലേ? അപ്പോ സിയച്ച് പറയാൻ നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ 100 ജമാഅത്തായി നിന്നാ മതി. തീവ്രവാദികൾ എന്താ പറയണത്? ഏയ് വെറുതെ പറയാൻ, ഇത് നിന്റെ നാടൊന്നല്ല, നിന്റെ നാടൊന്നും ആണെങ്കിൽ നിന്റെ നാട്ടിൽ ഈ പള്ളി പൊളിക്കുവോ? നിന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്തുവോ? നിന്റെ സഹോദരനെ നിന്റെ നാടല്ല, സംഘപരിവാറിന്റെ നാട്. അതുകൊണ്ട് കരുതിയിരുന്നോ. കരാട്ടി കുംഫൊക്കെ പഠിച്ച് റെഡിയായിരുന്നു. ഓൻ എപ്പാ വരിക എന്നറിയില്ല. റെഡിയായി നിന്നോ. എന്നിട്ട് ഇവൻ എങ്ങനെ പേടിപ്പിക്കുക? ഈ സാധുവിനെ പറഞ്ഞ് പേടിപ്പിക്കുക. എന്നിട്ട് സാധു നട്ടപ്പാതരക്ക് വീട്ടിലേക്ക് പോകുമ്പോ കൊട്ടത്തേങ്ങ വീണാൽ RSS വരുന്ന ബേജാറാകുക. അവന്റെ മനസ്സിൽ ഭയം നിറക്കുക. ഞാൻ ഒറ്റക്കാണ്. വീട്ടിലെത്തിയാൽ പെട്ടെന്ന് വാതിലടക്കുക. ഭാര്യനെ മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് എന്തെങ്കിലും ശബ്ദം പുറത്ത് കേൾക്കുന്നുണ്ടോ എന്നിങ്ങനെ പിരിമുറുക്കത്തോടെ ആലോചിക്കുക. ഇവൻ സമൂഹത്തിൽ ഒറ്റപ്പെടും. കാരണം അവനെ പിറ്റേ ദിവസം റോഡിന്റെ പണിയെടുക്കാൻ കിട്ടൂല, സ്കൂൾ ഉണ്ടാക്കാൻ കിട്ടൂല. സ്കൂൾ ഉണ്ടാക്കാൻ ചെന്നാൽ പറയും, എന്ത് സ്കൂളടോ, RSS കാരൻ കൊയ്യാൻ പോകുന്ന തലയിൽ വിവരം കൊടുത്തിട്ട് എന്താ കാര്യം, അങ്ങനെ കിടക്കട്ടെ എന്ന് അവനെ പുറകെ കുത്തിർക്കട്ടെ. റോഡോ, എന്തിന് റോഡ്? RSS കാരൻ വേഗം വരൂലേ, കുറച്ച് കുണ്ടും കുഴിയിലും വന്നോട്ടെ. റോഡ് വേണ്ട. അതുകൊണ്ട് റോഡ് വേണ്ട, പള്ളി വേണ്ട, മദ്രസ വേണ്ട, ദീന് വേണ്ട, പുരോഗതി വേണ്ട. നമ്മൾ എന്തു ചെയ്യും? സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടും. തീവ്രവാദം ഉണ്ടാക്കുന്നത് അരക്ഷിതബോധമാണ്. അരക്ഷിതബോധം അനിസ്ലാമികമാണ്, രാഷ്ട്രവിരുദ്ധമാണ്. അതുകൊണ്ട് ഞങ്ങൾ തീവ്രവാദത്തെ എതിർത്തു. അത് വിശ്വാസപരമായി നിങ്ങളെ ഒറ്റപ്പെടുത്തും എന്നതുകൊണ്ട് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, എന്നാൽ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്താതിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാവണോ? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ലീഗ് ഉയർത്തിയത്. എന്താ ഇസ്ലാമികമായ കാഴ്ചപ്പാട്? ഒറ്റപ്പെടാതിരിക്കാൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് കാണിച്ച ഉദാത്തമായ ഒരു മാതൃകയുണ്ട്. എന്താ മാതൃക? മദീന കരാർ. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തുകയാണ്. അന്നത്തെ ചരിത്രത്തിൽ പറയുന്നത് അന്ന് മദീനയിലെ ഭൂരിപക്ഷം ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. വേറെയും ചില ഭാഷ്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതാണ് പ്രബലമായി പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും മദീന എഗ്രിമെന്റ് ഉണ്ടാക്കി. ആരുമായ എഗ്രിമെന്റ്? പ്രവാചകനുമായി. പ്രവാചകൻ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായി എഗ്രിമെന്റ്. എന്താ എഗ്രിമെന്റ്? മദീനയെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മൾ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ അവരെ എതിർക്കണം. മദീനയുടെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഈ ഒരു ഐക്യം, ഈ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മദീന കരാർ പ്രവാചകൻ ലോകത്തിന് സമർപ്പിച്ചു. ഇസ്ലാം സമ്പൂർണ്ണമാണെന്ന് പറയുന്നു, ആണല്ലോ. അപ്പോൾ ജമാഅത്തുകാരൻ ചോദിക്കുന്നത്, എങ്കിൽ ഇസ്ലാമിൽ ഭരണം വേണ്ടതെന്നാണ്. ഭരണം കിട്ടിയെങ്കിലേ ഇസ്ലാം ആകുമെങ്കിൽ അത് സമ്പൂർണ്ണ ഇസ്ലാം അല്ല. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമില്ലാത്ത, ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഒരു ദേശത്തും ജീവിക്കാൻ ഒരു മുസ്ലിമിന് കഴിയുമ്പോഴേ അവൻ സമ്പൂർണ്ണ മതത്തിന്റെ അനുയായിയാവൂ. ഏതു ലോകത്ത് പോയാലും അവന് ജീവിക്കാൻ കഴിയണം. ഏതു രാജ്യത്ത് പോയാലും അവന് ജീവിക്കാൻ കഴിയണം. ഏതു ഭരണ വ്യവസ്ഥയിലും മുസ്ലിം ഐഡന്റിറ്റിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവന് ജീവിക്കാൻ കഴിയുമ്പോഴേ അവൻ സമ്പൂർണ്ണ മുസ്ലിം ആവുകയുള്ളൂ. എന്നാൽ സമ്പൂർണ്ണ ഇസ്ലാം എന്നതിന് മതരാഷ്ട്രവാദികൾ കൊടുക്കുന്ന നിർവചനം, നിങ്ങൾ രാഷ്ട്രമുണ്ടാക്കിയാലേ അത് സമ്പൂർണ്ണമാകൂ എന്നാണ്. എന്നാൽ അതല്ല യഥാർത്ഥമായിട്ടുള്ള കാര്യം. അത് തെളിയിച്ചു കേരളം. കേരളത്തിന്റെ മാതൃക എന്താണ്? മഹാനായ ഖാലി മുഹമ്മദ്, ഈ കോഴിക്കോട്ടുകാരൻ ഖാലി മുഹമ്മദ് അന്നത്തെ പള്ളികളിൽ ഇമാമുമാർക്ക് ആഹ്വാനം കൊടുത്തു. എന്തിനാണ്? കോഴിക്കോട്ടെ സാമൂതിരി രാജാവിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എന്റെ സ്നേഹമുള്ളവരെ, എന്തൊരു മാതൃകയാണിത്! കോഴിക്കോട്ടെ ഹിന്ദുവായ സാമൂതിരി രാജാവിന് വേണ്ടി പള്ളികളിൽ പ്രാർത്ഥിക്കുക. സഹീഹ് മുസ്ലിം എന്താ പറയുന്നത്? നിങ്ങൾ അക്രമകാരിയായ ഒരു മുസ്ലിമിനേക്കാൾ നിങ്ങൾക്ക് അഭികാമ്യം നീതിമാനായ ഒരു അമുസ്ലിം ഭരണാധികാരിയാണ്. ഖാലി മുഹമ്മദ് പറഞ്ഞു, നിങ്ങൾ സാമൂതിരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അറബ് നാടുകളിലേക്ക് സാമൂതിരിക്ക് വേണ്ടി സഹായിക്കാൻ അറബ് നാടുകളിലേക്ക് പണ്ഡിതനായിട്ടുള്ള മുസ്ലിം ഇമാമായിട്ടുള്ള ഖാലി മുഹമ്മദ് കത്തെഴുതി. എന്ന് മാത്രമല്ല, അവരുടെ വീരചരിതങ്ങൾ വെച്ചുകൊണ്ട് ഫതഹുൽ മുബീൻ ഖാലി മുഹമ്മദിന്റെതാണ്. ചരിത്രം പഠിച്ചിട്ടുണ്ടോ തീവ്രവാദികൾ? ഫതഹുൽ മുബീൻ ഖാലി മുഹമ്മദിന്റെതാണ്. എന്തിനാണ്? ഇവിടുത്തെ സാമൂതിരി രാജാക്കന്മാരെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ ചൊല്ലിപ്പടിച്ചുകൊണ്ട് ചൊല്ലിയിട്ടുള്ള കാര്യങ്ങൾ.
ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിം സിയച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ വ്യാഖ്യാനമായ ഒരു പ്രസംഗമുണ്ട്. എന്താ പ്രസംഗം? നിങ്ങൾ ഈ നമുക്കൊക്കെ മുസ്ലിങ്ങൾക്ക് നമ്മളുടെ ഒരു 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 വൈകാരികതയാണ് മക്ക എന്ന് പറയുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളത്തിന് ഉത്തരം കൊടുത്തു പോകേണ്ട ഇടം നമ്മളുടെ വൈകാരികതയാണ്. റൗള ഷരീഫ്, ഇത് രണ്ടും സൗദി അറേബ്യയിലാണ്. ഈ സൗദി അറേബ്യ നാളെ ഇന്ത്യക്ക് നേരെ പടവിട്ടാൻ വന്നാൽ ഇന്ത്യക്ക് വേണ്ടി പടപെട്ടി മരിക്കുകയാണ് ഒരു മുസ്ലിം ലീഗുകാരന്റെ, മുസ്ലിം യൂത്ത് ലീഗുകാരന്റെ ധർമ്മം എന്ന് സിഗച്ചു പറഞ്ഞു. അതാണ് ധർമ്മം എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ നല്ല മുസ്ലിങ്ങളാണ്, നിങ്ങൾ രാജ്യസ്നേഹികളാണ്. നമ്മളുടെ ബാധ്യപ്രഥമമായി ഈ രാജ്യത്തോടാണ്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഇസ്ലാമിനോടാണ്, രണ്ടാമത് ഈ രാജ്യത്തോടാണ്. അത് നിർവഹിക്കാൻ കഴിയണം. ഖാലി മുഹമ്മദിന്റെ താമൂദ് രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഫത്ഹുൽ മുഈൻ, ഇതൊക്കെ ഇല്ലേ? ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം. എന്നാൽ ഒരു പ്രശ്നം കേരളക്കരയിൽ സംഭവിച്ചു. ഇത് ചരിത്രപരമായ ഒരു പ്രശ്നമാണ്. പലപ്പോഴും പണ്ഡിതന്മാരോട്, മതനേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, എന്താണ് ഈ പ്രശ്നം? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, വിശിഷ്യ ഏഷ്യയിലെ മുസ്ലിങ്ങൾ, അവർ പലപ്പോഴും ഇസ്ലാമിക ഭരണത്തിന് കീഴിലല്ലെങ്കിലും മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിലായിരുന്നു. കേരളത്തിലാണത് കുറവ്. ഒരുപക്ഷെ തലശ്ശേരിയിലെ ഒരു അറക്കൽ രാജകുടുംബം ഒഴിച്ചു നിർത്തിയാൽ ഇവിടെ രാജഭരണം ഉണ്ടായിട്ടില്ല. എന്നാൽ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ 1000 കൊല്ലം മറ്റ് മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിൽ ജീവിച്ചവരാണ്. മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിൽ 948 ഇന്ത്യ സ്വതന്ത്രമാവുകയാണ്. ഇന്ത്യ സ്വതന്ത്രമായി ഇന്ത്യ ഒരു പുതിയ ഭരണ വ്യവസ്ഥയുടെ കീഴിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ ഡെമോക്രസി, ഇന്ത്യയുടെ സോഷ്യലിസം, ഇന്ത്യയുടെ മതേതര സെക്യുലാരിസം, ഇതൊക്കെയും അതിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരികയാണ്. മുസ്ലിങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എന്താ കൺഫ്യൂഷൻ? ഇന്നുവരെ ഭരിച്ചത് മുസ്ലിം ഭരണാധികാരികളാണ്. എന്നാൽ അവർക്ക് പരിചിതമല്ലാത്ത ഒരു ഭരണ വ്യവസ്ഥക്ക് കീഴിൽ നമ്മൾ നിൽക്കണം. അങ്ങനെ വന്നപ്പോ അതിന് ഫിഖ്ഹിയായിട്ടുള്ള നിർവചനങ്ങൾ വളരെ കുറഞ്ഞു. ഫിഖ്ഹിയായിട്ടുള്ള പഠനങ്ങൾ ഒരുപക്ഷെ ആധികാരികമായി ആ കാലങ്ങളിൽ മതനേതാക്കന്മാർ, മതസംഘടനകൾക്കകത്തൊന്നും വന്നില്ല. ഇസ്ലാമിക ഭരണഭീതിയും ഭരണവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പുസ്തകങ്ങൾ സയ്യിദ് ഖുതുബിൻ്റെതാണ്, അലി ശരീഅത്തിയുടേതാണ്, നിങ്ങൾക്ക് കിട്ടാവുന്നത് മൗലാന മൗദൂദിയുടേതാണ്, IPHന്റെ ഗ്രന്ഥങ്ങളാണ്, ഇവിടുത്തെ മതരാഷ്ട്രവാദികളുടെ ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഒരു കാണുന്ന ഇസ്ലാം ആവട്ടെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കിയ ഇസ്ലാമാണ്. ഈ ഒരു കൺഫ്യൂഷൻ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായി. മതസംഘടനകളാവട്ടെ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മതസംഘടനകൾ ആലോചിക്കേണ്ടുന്ന ഗൗരവപ്പെട്ട ഒരു വിഷയമാണിത്. ഇത് ഗൗരവത്തോടെ ആലോചിക്കാൻ അവർക്ക് കഴിയണം. ഈ ഒരു കൺഫ്യൂഷന്റെ മുകളിലാണ് ഇവിടെ മതരാഷ്ട്രവാദത്തിന്റെയോ ഇസ്ലാമിക തീവ്രവാദത്തിന്റെയോ, ഇസ്ലാമിന്റെ പേരിലുള്ള തീവ്രവാദത്തിന്റെയോ വിത്തുകൾ ഇവിടെ വരുന്നത്. എന്നാൽ നിങ്ങൾ ആലോചിക്കുക, ഫിഖ്ഹിയായിട്ടുള്ള നിർവചനങ്ങൾ ഇപ്പൊ ഹനഫി മദ്ഹബ് ശർഈയായിട്ടുള്ള അവരുടെ ശാഖകൾ പറയുമ്പോൾ 5ാമത്തെ ശാഖയായി പറയുന്നത് ഉർഫിനെ കുറിച്ചാണ്. എന്താ ഉർഫ്? ഉർഫ് എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് അവർ പറയുന്നത് അനിസ്ലാമികമല്ലാത്ത, ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത നാട്ടാചാരങ്ങൾ, സമൂഹത്തിൽ നിന്ന് നാട്ടാചാരങ്ങൾ മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമുക്ക് പരിചിതമല്ലാത്ത ആചാരങ്ങൾ ഉണ്ടാകാം. ആ ആചാരങ്ങളിൽ കുഫ്രിയായ ആചാരങ്ങൾ ഒഴിച്ചു നിർത്തണം. അതുപോലെ തന്നെ അള്ളാഹുവിനല്ലാതെ വിശ്വാസപരമായ പിൻബലം കൊടുക്കുന്ന ആചാരങ്ങളെ ഒഴിച്ചു നിർത്തണം. ആ ആചാരങ്ങളെ ഒഴിച്ചു നിർത്തി ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത നാട്ടാചാരങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ കല്യാണം നിങ്ങൾ നടത്തുമ്പോൾ അതിൽ നിർബന്ധമാക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ നിർബന്ധമായ കാര്യമല്ല നിങ്ങൾ ഒരിക്കലും അവിടുത്തെ ഭക്ഷണത്തിന്റെ രീതികൾ, നിങ്ങളുടെ കല്യാണത്തിലെ മറ്റു ചടങ്ങുകൾ, അത് നിർബന്ധം പറഞ്ഞതല്ല. അനിസ്ലാമികമല്ലാത്ത ചടങ്ങുകൾ നിങ്ങളുടെ നാട്ടിന് പുറത്തുണ്ടെങ്കിൽ അത് സ്വീകരിക്കാമെന്ന് ഹനഫി മദ്ഹബിന്റെ ഈ പറയുന്ന ഉർഫ് അനുസരിച്ച് നിർവചിക്കുന്നു. എന്തിനാ ഇത്? നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടുകൂടാ. ഇവിടെയുള്ള പരിഷ്കൃതവാദികളായിട്ടുള്ള ആളുകൾ, ഹമീദ് ചന്നമംഗലൂരിനെ പോലെയുള്ള ആളുകളൊക്കെ പലപ്പോഴും പാൻ ഇസ്ലാമിസത്തെ എതിർക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേൾക്കുന്ന വെച്ചാൽ, ചിലർ പറയാറുണ്ട്, ലോക മുസ്ലിം, സൗദിയിലെ മുസ്ലിമിനോടാണ് ഇവിടുത്തെ മുസ്ലിമിന് ബാധ്യത എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് ഹമീദൊക്കെ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ബംഗാളിലെ മുസ്ലിം ഒരു ബംഗാളിയായ ഹിന്ദുവിനെ കാണുന്ന സന്തോഷത്തെക്കാൾ കേരളക്കാരനായ മുസ്ലിമിനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല എന്നാണ്. ഉണ്ടാവണ്ടെന്നാ ഇസ്ലാം പറയുന്നത്. അങ്ങനെ കാര്യമില്ല. ഒരു മുസ്ലിം സഹോദരൻ അവന്റെ അയൽപക്കത്തുള്ള ഹിന്ദുവിനെ കാണുമ്പോഴുള്ള ആഹ്ലാദമാണ് പ്രധാനം. അതുണ്ടാവണം. എന്തുകൊണ്ടാണ്? പ്രബോധനം സാധ്യമാകണമെങ്കിൽ പൊതുസമൂഹത്തിൽ നിങ്ങൾ കണ്ണികളാവണം, പൊതുസമൂഹത്തിൽ നിങ്ങൾ ഇഴുകിച്ചേരണം.
അങ്ങനെ ഇടുക്കി ചേരുമ്പോഴാണ് നിങ്ങൾക്ക് പ്രബോധനം സാധ്യമാവുക. അല്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലോ, നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു പോയാലോ, നിങ്ങൾ മാറി നിന്നാലോ? 1000 അമുസ്ലിങ്ങൾക്കിടയിൽ 10 മുസ്ലിങ്ങൾ ജീവിക്കുന്നു. അവരാരാണ്? അവർ സമൂഹത്തിൽ ഇഴുകിച്ചേരുന്നില്ല, അവരോട് ഇടപെടുന്നില്ല. പിന്നെ ഒരു മുസ്ലിമിന്റെ സ്വഭാവ രീതികൾ അവർക്ക് എങ്ങനെ മനസ്സിലാവും? ഒരു മുസ്ലിമുമായി ഇടപാട് നടത്തിയാൽ അതിന്റെ നന്മ എങ്ങനെ മനസ്സിലാവും? ഇസ്ലാമികമായി ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, മുസ്ലിം എന്ന കാനശുമാരിയെ കുറിച്ചല്ല. അപ്പൊ പൊതുസമൂഹത്തിൽ ഇഴുകിച്ചേരാതെ ഒറ്റപ്പെട്ടു പോകുന്നവന് ഇസ്ലാമികമായി ഒരു മുസ്ലിമിനുള്ള പ്രഥമ ബാധ്യത ദഅവത്താണെങ്കിൽ ആ ദഅവത്ത് നിർവഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹം ഈ പൊതുസമൂഹത്തിൽ ഇഴുകിച്ചേരേണ്ടതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനമല്ല ഇത്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രഖ്യാപനമാണ്, അഹ്ലുസ് സുന്നയുടെ പ്രഖ്യാപനമാണ്. സുന്നത്തു ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും അത് അംഗീകരിക്കേണ്ടതാണ്. അത് മുജാഹിദ് പ്രസ്ഥാനായാലും അത് സമസ്തയായാലും അതാരായാലും ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇത് ബാധകമാണ്. പ്രവാചകന്റെ ചര്യകൾ അതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയപ്പോ പ്രവാചകന്റെ പടച്ചട്ട ഒരു ജൂതന്റെ കയ്യിലായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? പ്രവാചകന്റെ വിനിമയം ആ ജൂതനുമായിട്ടായിരുന്നു. പ്രവാചകൻ ആ ജൂതനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. ആ ജൂത സമൂഹത്തിൽ നിന്ന് പ്രവാചകൻ ഒറ്റപ്പെട്ടു മാറി നിന്നിട്ടില്ല. ആ ജൂത സമൂഹവും ക്രിസ്തീയ സമൂഹത്തിനും ഇടയിൽ ഒരു കരാറുണ്ടാക്കി. എഗ്രിമെന്റ് മുകളിൽ പ്രവാചകൻ അവരുമായി ഇഴുകിച്ചേർന്നു. അങ്ങനെയാണ് മുസ്ലിം സമൂഹം. അതുകൊണ്ട് മുസ്ലിം സമൂഹം ഒറ്റപ്പെട്ടുകൂടാ. ഒറ്റപ്പെട്ടാൽ അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പൊ എന്താ പറയണത്? താടിയാണ് കുഴപ്പം, തലപ്പാവാണ് പ്രശ്നം, പർദ്ദയാണ് പ്രശ്നം. ആർക്കാ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ താടി വച്ച, തൊപ്പി വച്ച, തുർക്കി തൊപ്പി വച്ച മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉണ്ടായിരുന്നു. അറിയോ നിങ്ങൾക്കറിയുമോ? അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ വാക്കാണ് ലോകരാഷ്ട്രസഭയിൽ ഉദ്ധരിച്ചത്. ഇസ്മായിൽ സാഹിബ് പറഞ്ഞ പോലെ ആ വാക്കുകൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു, ആ ജീവിതത്തിന് ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? തമിഴ്നാട്ടിൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പേരിൽ താടിയും തലപ്പാവും വെച്ച മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പേരിൽ ഒരു ജില്ലുണ്ട്. അതേ തമിഴ്നാട്ടിലെ ജയിലിലായിരുന്നു താടിയും തലപ്പാവും വെച്ച അബ്ദുൽ നാസർ മദനി. നിങ്ങൾ മനസ്സിലാക്കണം, അത് താടിന്റെ കുഴപ്പമല്ല, തലപ്പാവിന്റെ കുഴപ്പമല്ല, കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. അത് നന്നാക്കിയാൽ മതി. ബാഫക്കി തങ്ങളുടെ താടി, ബാഫക്കി തങ്ങളുടെ തലപ്പാവ്, CH മുഹമ്മദ് ഖായ സാഹിബിന്റെ മഹാനായ ശിഹാബ് തങ്ങളുടെ തലപ്പാവ് എവിടെയാണോ ഒറ്റപ്പെടുത്തിയത്? ശിഹാബ് തങ്ങൾ മരിച്ചു പോയപ്പോ നമ്മൾ വേദനിച്ചെങ്കിൽ ആർത്തു കരഞ്ഞത് ഇവിടുത്തെ ഹിന്ദുക്കളല്ലേ, ഇവിടുത്തെ ക്രിസ്തീയ സമൂഹമല്ലേ? ശിഹാബ് തങ്ങളുടെ വിരഹത്തിൽ വേദനിച്ചത് ഇവിടുത്തെ പൊതുസമൂഹമല്ലേ? അവർക്കല്ലേ സങ്കടമുണ്ടായത്? അവരുടെ നേതാവ് പിരിഞ്ഞു പോയാൽ അല്ലേ അവര് പറഞ്ഞത്? ഞങ്ങളുടെ പ്രിയപ്പെട്ട CH, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ അങ്ങനല്ലേ പറഞ്ഞത്? താടി നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല, തലപ്പാവ് നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല, പർദ്ദ നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല. നിങ്ങൾ അവരിൽ നിന്ന് ഒറ്റപ്പെട്ടു മാറി നിൽക്കുമ്പോ മതത്തിന്റെ ചിഹ്നങ്ങളെ അപകടപ്പെടുത്തിയ നിങ്ങളാണ്. മതത്തിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കും. മതത്തെ ആവശ്യമില്ലാതെ കൊണ്ടുവരിക, വെറുതെ ഒരു കാര്യമില്ലാണ്ട് നിൽക്കുമ്പോ വെറുതെ മതം പറയാ. എന്താ പറയണത്? ഞാൻ സുബ്ഹി നമസ്കരിച്ചു കഴിഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പർദ്ദ ധരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അടുത്ത വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് ഭീമാ പള്ളിയിൽ പ്രാർത്ഥിച്ച്. അല്ല ചങ്ങായിമാരെ, ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സുബഹിക്കരിക്കുക, ജുമകരിക്കുക, അസറസ്കരിക്കുക. അല്ലാതെ അങ്ങനെ തന്നെയാണ്. ഞാൻ ളുഹർ നമസ്കരിച്ച ശേഷം അസർ നമസ്കരിച്ചു, അസറിന് ശേഷം ഞങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ളുഹർ കഴിഞ്ഞിട്ട് നേരെ മഗ്‌രിബിലേക്കല്ല, ഞങ്ങളൊക്കെ അങ്ങനത്തെ. എന്തിനാണോ ഇത് ശ്രദ്ധ വെച്ച് പറഞ്ഞാൽ ജുമുഅ എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേറെ സാധനം അർത്ഥം വരൂ. എന്തിനാണോ ഈ മതത്തെ കൂട്ടുന്നത്? എന്തിനാ മതത്തിനെ കൂട്ടുന്നത്? എന്നിട്ടോ ജുമുഅ നമസ്കരിച്ച് ഭീമാ പള്ളിയിൽ പ്രാർത്ഥിച്ച് നിരാഹാര സത്യാഗ്രഹത്തിന് പോവാ അല്ലേ? എവിടാണോ ഈ ഇസ്ലാം? എവിടെ ഇസ്ലാം? മതത്തിന്റെ വിവക്ഷ എന്താ? നിരാഹാര സമരത്തെ കുറിച്ച് മതത്തിന്റെ വിവക്ഷ എന്താണ്? തന്റെ ശരീരത്തല്ല, ആരാന്റെ ശരീരത്തിൽ അന്യായമായിട്ട് പീഡിപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലാതെ, ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കരുത്. നിങ്ങൾ മറ്റൊരാളുടെ ശരീരത്തെ പീഡിപ്പിക്കരുത്. ഇസ്ലാമിക വിധിയ. താടിയും തലപ്പാവും വെച്ച് ഈ ജാതി ഗുണ്ടകൾക്കും മാഫിയകൾക്കും കാവലിരിക്കുന്ന പണ്ഡിത വേഷധാരികൾ പറയട്ടെ ഇതിന്റെ വിധി. അവര് പറയട്ടെ എന്താണ് നിരാഹാര സമരത്തിൽ ഇസ്ലാമിന്റെ വിധി? എന്താണ്? മരിക്കുന്നവരെ സത്യാഗ്രഹം, ആത്മഹത്യ ചെയ്യുന്നവരെ, അതാണ് മരിക്കുന്നവരെ ആത്മഹത്യ ചെയ്യുന്ന അർത്ഥം. ഇസ്ലാമിൽ എന്താ വിധി? ഇത് പറയാൻ നിങ്ങൾക്ക് കഴിയണ്ടേ? ഈ നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യവും ചുറ്റുപാടും നിങ്ങൾ മനസ്സിലാക്കണം. കാഞ്ചി കാമ കോടി മഠാധിപതി ഭയങ്കര ഉഷാറാണ്, അറസ്റ്റ് ചെയ്തു ശങ്കരാചാര്യരെ.
അറസ്റ്റ് ചെയ്തില്ലേ? പിന്നെന്താണ് ശബരിമല തന്ത്രി കണ്ടർ മോഹനർ, ഭയങ്കര ഉഷരം പേരാണ്, അറസ്റ്റ് ചെയ്തില്ലേ? സന്തോഷ് മാധവൻ അറസ്റ്റ് ചെയ്തില്ലേ? എന്താ പറഞ്ഞത്? ഹിന്ദു സമുദായത്തെ അപമാനിച്ചത് കള്ളനെ പിടിച്ചുതാണ്. കള്ളൻ ഹിന്ദുവല്ല, കള്ളൻ മുസ്ലിമല്ല, കള്ളൻ ക്രിസ്ത്യാനിയല്ല, കള്ളനാണ്. രാജ്യദ്രോഹിയായ മുസ്ലിമല്ല, രാജ്യദ്രോഹിയായ ഹിന്ദുവല്ല, രാജ്യദ്രോഹിയായ ക്രിസ്ത്യാനിയല്ല, രാജ്യദ്രോഹിയാണ്. അങ്ങനെ കാണണ്ടേ? അവിടെ എന്തിനാ മതം? സിസ്റ്റർ സ്റ്റെഫി അഭയ കേസിലെ പ്രതിയാണ്. അവരും പറഞ്ഞ പോലത്തെ ഒരു സാധനം ധരിച്ചിരുന്നു എന്ന് കരുതി അത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രശ്നം അല്ല, ഒരു കൊലപാതക കേസിലെ പ്രതിയുടെ പ്രശ്നമാണ്. അങ്ങനെ കാണാൻ പൊതുസമൂഹത്തിന് കഴിയണ്ടേ? നിരാഹാരത്തിന്റെ ഓർമ്മ എപ്പോഴാ വന്നത്? ആർക്ക് വേദന വന്നപ്പോഴാ വന്നത്? അബ്ദുൽ നാസർ മദനിയുടെ കാല് പോയപ്പോ ഉടനെ തന്നെ അടുത്ത ബൂത്ത് കയറിയിട്ട് ISS പിരിച്ചു വിട്ടു. കാരണം മേത്ത് തട്ടി തുടങ്ങി, ISS പോയി, എല്ലാവരും റോട്ടുമലായി. അത് കഴിഞ്ഞപ്പോ മൂപ്പരെ പിടിച്ച് ജയിലിലിട്ടു. തിരിച്ചു വന്നപ്പോ പറഞ്ഞു വല്ലാഹി ഇനി തീവ്രവാദ പ്രസംഗമില്ല, കാരണം ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞപ്പോ സൂഫി അഹമ്മദിനെ അറസ്റ്റ് ചെയ്തു. വല്ലാഹി ഞാൻ സത്യാഗ്രഹം ഇരിക്കും. അപ്പൊ മൂപ്പർക്ക് പെണ്ണുങ്ങൾക്ക് കുട്ടികൾക്ക് പറ്റിയ വലിയ ഉഷാർ. 10 നൂറ്റിച്ചെല്ലാനെ പീഡിപ്പിക്കാർ ജയിലില്ല. ആരാ അവർക്ക് വേണ്ടി സത്യാഗ്രഹം ഇരുന്നത്? ആരാ അവർക്ക് വേണ്ടി പോയത്? അറിയുമോ? ഫയാസിന്റെ ഉമ്മയുടെ കണ്ണുനീരിന് ആര് സത്യാഗ്രഹിക്കും? റഹീമിന്റെ വാപ്പയുടെ കരച്ചിലിന് ആര് സത്യാഗ്രഹിക്കും? നസീറിന്റെ വാപ്പയുടെ പൊട്ടിക്കരച്ചിലിന് ആര് സത്യാഗ്രഹിക്കും? നിങ്ങൾ പറയും. അവനാന്റെ കാര്യം എന്തിനാ മറ്റുള്ളവരെ മുഴുവൻ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി, മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തി, എന്നിട്ടോ അവസാനം തന്റെ കൈകളിൽ തനിക്ക് പരിക്ക് പറ്റുമ്പോ അതിന് മാത്രം വലിയ രംഗത്ത്. ഞാൻ യൂത്ത് ലീഗുകാരോട് പറയട്ടെ, നിങ്ങൾ ഒറ്റപ്പെടാതിരിക്കുക. കാരണം നിങ്ങൾ മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണ്. ഇസ്ലാമികമായി നിങ്ങൾ ഒറ്റപ്പെട്ടുകൂടാ. ഒറ്റപ്പെട്ടവരെ ചെന്നായ പിടിക്കും. നിങ്ങൾ ജീവിക്കേണ്ടത് മുസ്ലിമായിട്ടാണ്. നിങ്ങളെ കേരളക്കരയിൽ മുസ്ലിം ലീഗ് പാർട്ടി വളർത്തിയത് അഭിമാനബോധമുള്ള മുസ്ലിമായിട്ടാണ്. നിങ്ങൾക്ക് ചിരസുയർത്തിപ്പിടിക്കാം, നിങ്ങൾക്ക് നട്ടല് നിവർത്തിപ്പിടിക്കാം. ഞാൻ മുസ്ലിമാണെന്ന് പറയുമ്പോ വിഷമുണ്ടോ? ഇല്ല. മനസ്സിൽ എന്തൊരു സന്തോഷമാണ് ഇല്ലേ? വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദാഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഒരു മുസ്ലിം എന്ന് പറയുമ്പോ അതിനപ്പുറത്ത് എന്താണോ സന്തോഷം ഉണ്ടാവേണ്ടത്? എന്ത് ആഹ്ലാദമാണ് ഉണ്ടാവേണ്ടത്? നിങ്ങൾക്ക് ആഹ്ലാദമുണ്ട്. നിങ്ങൾ തലയിൽ മുണ്ടിട്ടല്ല ഞാൻ മുസ്ലിം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അഭിമാനബോധമുണ്ട്. 67% റവന്യൂ വകുപ്പ് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് ഒരു ലീഗുകാരൻ ഒരു പക്ഷേ ഒരു ചെറിയ അഭിമാനബോധത്തോടെ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്ന ഒരു അമുസ്ലിമിന്റെ മനസ്സിൽ ഒരാശങ്കയില്ല. 20% അത് മാത്രം താഴെ ഇത്തിരി മാത്രം വരുന്ന മുസ്ലിം സമുദായം, 25% വരുന്ന മുസ്ലിം സമുദായം ഇവിടുത്തെ 67% റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു സഹോദരന് സംശയമില്ല. അവർക്കറിയാം 67% അല്ല, ഈ രാജ്യത്തിലെ ഖജനാവ് തന്നെ ഭദ്രമായി കൊണ്ടുപോയി ഏൽപ്പിക്കാൻ ഒരിടമുണ്ടെങ്കിൽ അത് കൊടപ്പനക്കൽ തറവാട്ടിലെ മഹാനായ ശിഹാബ് തങ്ങളുടെ അടുത്താണ്. എന്തുകൊണ്ട്? അവർ ഈ പണം കൊണ്ട് അന്യായം നടത്തില്ല, അന്യായമായ മാർഗത്തിലേക്ക് പോവില്ല, വഴിവിട്ട മാർഗത്തിലേക്ക് പോവില്ല. അവർക്ക് കൃത്യമായി അറിയാം. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് അഭിമാനകരമായ ഇസ്സത്തുള്ള മുസ്ലിമാക്കി അവനെ മാറ്റി. ഇസ്സത്ത് പ്രധാനം ചെയ്തു. മുസ്ലിം ആവുകയല്ല പ്രധാനം, ഇസ്സത്തുള്ള മുസ്ലിം ആവുകയാണ് പ്രധാനം. ബംഗാളിൽ മുസ്ലിങ്ങളുണ്ട്, അവർ മുസ്ലിങ്ങളാണ്, അവർക്ക് ഇസ്സത്തില്ല. ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളുണ്ട്, അവർ മുസ്ലിങ്ങളാണ്, പക്ഷെ ഇസ്സത്തുള്ള മുസ്ലിങ്ങളല്ല. അതാ പ്രശ്നം. ഇസ്സത്തുള്ള മുസ്ലിമാക്കി നിങ്ങളെ വളർത്തി. അങ്ങനെ അഭിമാനബോധത്തോടെ ജീവിക്കാൻ കഴിയണം. നമ്മൾ ലോകത്തിലെ ഏറ്റവും കരുണയുള്ള വിഭാഗമാണ്, സ്നേഹമുള്ള വിഭാഗമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മതം എത്ര സുന്ദരമാണ് സഹോദരന്മാരെ. ഇത് സ്നേഹത്തിന്റെ മതമാണ്, കരുണയുടെ മതമാണ്, ആർദ്രതയുടെ മതമാണ്, സഹാനുഭൂതിയുടെ മതമാണ്, വിട്ടുവീഴ്ചയുടെ മതമാണ്, ലോകത്തെ സ്നേഹിക്കുന്ന മതമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ തുടങ്ങും അസ്സലാമു അലൈക്കും, ലേ, സമാധാനം ഉണ്ടാവട്ടെ, എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം പറയണില്ലേ നമ്മൾ? പ്രവാചകരെ, നിങ്ങൾ പറയുമോ ഞങ്ങൾ എവിടെയാ പോയി കിടക്കുക? സ്വർഗത്തിലാണോ? പ്രവാചകൻ പറഞ്ഞു ദാറുസ്സലാമിൽ. എന്താ ദാറുസ്സലാം? സമാധാനത്തിന്റെ വീടാണ്. സമാധാനത്തിന്റെ വീടെന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് പോകുമ്പോ എന്തിനാണോ അരപ്പട്ടയിൽ ബോംബ്? സ്വർഗത്തിലേക്ക് പോകുമ്പോ എന്തിനാണോ നിന്റെ അരപ്പട്ടയിൽ എസ്കത്തി? സ്വർഗത്തിലേക്ക് പോകുമ്പോ എന്തിനാ നിങ്ങൾ ഒരു കൂട്ടം കല്ലുമായി പോകുന്നത്? ഇത് സമാധാനത്തിന്റെ വീടാണ്. അള്ളാഹു എന്താ പറഞ്ഞത്? എല്ലാത്തിനെയും സ്നേഹിക്കുന്ന കരുണാമയൻ, റഹ്മാൻ, റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഴിപ്പെട്ടോർക്ക്, വഴിപ്പെടാത്തവർക്ക് ഈ ദുനിയാവിൽ കരുണ ചെയ്യുന്ന അള്ളാഹു അവർക്ക് വേണ്ടി കരുണ ചെയ്യും, കരുണ ചെയ്തു കൊടുക്കും. യർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിൽ കരുണ ചെയ്യുന്നവരെ അള്ളാഹു കാത്തു നിൽക്കുന്നു, ആകാശത്ത് കാത്തു നിൽക്കുന്നു.
എന്തിന്? നിങ്ങൾക്ക് തിരിച്ച് കരുണ തരാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ലാ യർഹമു ലാ യുർഹം. ഇവിടെ കരുണയില്ലേ, നിങ്ങൾക്ക് അവിടെയും കരുണയില്ല. അവിടെയും കരുണയില്ല. ദുനിയാവിൽ കരുണയില്ലാതെ ഈ ആർദ്രമായ ലോകത്ത് നിന്ന് മാറി നിൽക്കുന്നവൻ, ഒറ്റപ്പെടുന്നവൻ, അള്ളാഹുവിന്റെ ലോകത്തും നിങ്ങൾ ഒറ്റപ്പെടും. നിങ്ങൾ കരുണ നിങ്ങളോട് അള്ളാഹു കാണിക്കൂല, കാരുണ്യം കാണിക്കൂല. ഒരുമണ്ടാവണം, കൂട്ടായ്മ ഉണ്ടാവണം. ഇവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഇസ്ലാമിന് വേണ്ടിയല്ലേ? നേരത്തെ പറഞ്ഞല്ലോ, അഭിവന്ദനായ മുനീർ സാഹിബ് എന്താ പറഞ്ഞത്? ഇവിടെ വന്ന തീവ്രവാദി ലഷ്കർ-ഇ ത്വയ്യിബയുടെ ഭീകരൻ പരിശോധിച്ച് നോക്കുമ്പോ ബാറിലെ ബില്ല് ഇസ്ലാമിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഉറക്കം വരാഞ്ഞിട്ട് കുടിച്ചതാണ്, സങ്കടം കൊണ്ട് കുടിച്ചതാണ്. അല്ലാതെ നമ്മൾ കുറ്റം പറഞ്ഞൂടാ. എന്താ നസീറിന്റെ വാപ്പ പറഞ്ഞത്? കുരുത്തം കെട്ടോനായിരുന്നു, കുറച്ച് മതം പഠിക്കട്ടെ പറഞ്ഞേച്ച് അതും കാലക്കടലായിപ്പോ ഇവന്റെ കയ്യിലാപ്പെട്ടത്. നസീറിന്റെ വാപ്പ എന്താ? ഫയാസിന്റെ ഉമ്മ പറ്റ കുരുത്തക്കേട്, കല്യാണപ്പോരെന്ന് മോഷ്ടിക്കുക, സ്ത്രീകളെ മാല പറിച്ചിടുക. അവസാനം ആരോ വന്നിട്ട് പറഞ്ഞു ഖുർആൻ പഠിപ്പിക്കാനാണ്, ദീനല്ലേ, പഠിച്ചോട്ടെ എന്ന് കരുതി വിട്ടതാണ്. സ്നേഹമുള്ളവരെ, ഇവരാ ഇസ്ലാമിന് വേണ്ടി നമ്മളോട് യുദ്ധം ചെയ്യാൻ പറയണത്. ആരൊക്കെ ഉണ്ടായിരുന്നു? പൂക്കോയത്തങ്ങളുടെ നേതൃത്വം കിട്ടിയ നമ്മള്, ഷൈഖുനാ കണ്ണിയത്തിന്റെ നേതൃത്വം കിട്ടിയ നമ്മള്, അതുപോലെ ഇ കെ അബൂബക്കർ അഭിവന്ദനായ ശംസുൽ ഉലമയുടെ നേതൃത്വം കിട്ടിയ നമ്മള്, കെ എം മൗലവിയുടെ, അതുപോലെ അബ്ദുസ്സലാം മൗലവിയുടെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ, പൂക്കോയ തങ്ങളുടെ, മഹാനായ ഷിഹാബ് തങ്ങളുടെ നേതൃത്വം കിട്ടിയ നമ്മൾ. അവരൊക്കെ പണ്ഡിതന്മാരായിരുന്നു, അവർക്ക് ഇസ്ലാം അറിയാമായിരുന്നു, അവർക്ക് ഇസ്ലാമിക സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടായിരുന്നു. ഗൾഫുകാരൻ ഇന്നലെയാ പണം തരാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഉറുമ്പ് കൂട് കെട്ടുന്ന പോലെ കാസർഗോഡ് മുതൽ അനന്തപുരി വരെ ഈ പള്ളികൾ കെട്ടിപ്പൊക്കിയത് പിടിയരി വിറ്റിട്ടാണ്, നമ്മൾ കോഴിമുട്ട ലേലം ചെയ്ത് വിറ്റിട്ടാണ്. അന്നൊക്കെ ഇവൻ എവിടെയാണ്? അബ്ദുൽ നാസർ മദനിയോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ തീവ്രവാദ പ്രസംഗം നടത്തി തുടങ്ങിയിട്ടുള്ള 20 കൊല്ലമാണോ മുസ്ലിങ്ങളുടെ ചരിത്രം? 990 പണി തുടങ്ങിയിട്ടുള്ള NDF കാണുന്നതാണോ ഈ കേരളത്തിന്റെ ചരിത്രം? ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള സോളിഡാരിറ്റിക്കാരന്റെ ധാരണയാണോ കേരളത്തിന്റെ ചരിത്രം? അല്ല. 10-60 കൊല്ലം, 100 കൊല്ലം കേരളക്കരയിലെ 21ന്റെ വൈകാരികതയിൽ നിന്ന് ഈ 2009 മുസ്ലിമിനെ ഉണ്ടാക്കുന്നത് വരെ എവിടെയായിരുന്നോ നീ? ബന്നിന്റെ മോളിൽ മുന്തിരി വെച്ച മാതിരി ഈ സൗകര്യത്തിന്റെ മോളിലൊക്കെ വലിയ കസലിട്ട് കുത്തിറക്കണ നിങ്ങൾ എവിടെയായിരുന്നു അന്ന്? ഒരു പള്ളി ഉണ്ടാക്കാൻ ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ടോ? ഒരു മൂത്രപ്പുര കെട്ടാൻ ഒരു ഓടെടുത്ത് വെച്ചിട്ടുണ്ടോ? അവിടെയൊന്നും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, അവിടെയൊന്നും കണ്ടിട്ടില്ല. എന്നിട്ടോ ലോകത്തിലെ സമുദായത്തിന്റെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് പണം പറ്റുക. ലോകത്തിലെ തീവ്രവാദത്തിന്റെ അടിസ്ഥാന പണം കഞ്ചാബിൽ നിന്നാണ്. അറിയോ നിങ്ങള്? മയക്കുമരുന്ന് ലോബിയാണ് തീവ്രവാദികൾക്ക് പണം കൊടുക്കുന്നത്. ഞങ്ങളല്ല പറയുന്നത്, ഞങ്ങളല്ല, മയക്കുമരുന്ന് ലോബി. അഫ്ഗാന്റെ മലമടക്കുകളിലുള്ള മയക്കുമരുന്ന് കഞ്ചാബിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹഷീഷും ബ്രൗൺ ഷുഗറും ഒക്കെ വിറ്റഴിക്കാൻ തീവ്രവാദികൾ ഉപയോഗിക്കുന്നു. തീവ്രവാദികൾക്ക് മറ്റൊരു പണം കിട്ടുന്ന എങ്ങനെയാ? ലോകത്തിലെ വിവിധ ബാങ്കുകളിൽ കൊണ്ടുപോയി അറബികൾ പണം ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷെ അവർക്ക് പലിശ വേണ്ട, പലിശ അവർ ഒഴിവാക്കും. ആ പണം തീവ്രവാദികളുടെ കൈകളിലെത്തുന്നു. അവരുടെ തന്നെ അന്തകന്മാരായി അറബ് രാജ്യങ്ങളിൽ പോലും തീവ്രവാദം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. സൗദി അറേബ്യ കഴിഞ്ഞ അറബ് ലീഗ് തീരുമാനിച്ചു ഇസ്ലാമിക് ബാങ്കുകൾ ലോകത്ത് വ്യാപിപ്പിക്കണം. എന്തുകൊണ്ടാണ്? തീവ്രവാദികൾക്ക് ഇൻട്രസ്റ്റിന്റെ പണം പോന്നു. അപ്പൊ രണ്ടാമത്തെ പണം ഇൻട്രസ്റ്റിന്റെ പണം. മൂന്നാമത്തെ പണം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞു. എന്താ പറഞ്ഞത്? കള്ളനോട്ടുകൾ വ്യാപകമാകുന്നു. 3 ദിവസം മുമ്പാ പറഞ്ഞത് കള്ളനോട്ടുകൾ വ്യാപകമാകുന്നു. ആരാ ഉപയോഗിക്കുന്നത്? തീവ്രവാദികൾ. ഇസ്ലാമിന് വേണ്ടി ഷഹീദാകാൻ പോകുന്നവരെ നിങ്ങൾ മനസ്സിലാക്കുക. അവന്റെ കയ്യിൽ കഞ്ചാവിന്റെ പണം, അവന്റെ കയ്യിൽ പലിശയുടെ പണം, അവന്റെ കയ്യിൽ കള്ളനോട്ടിന്റെ പണം, അവന്റെ കയ്യിൽ ഹവാലകളുടെ ഇല്ലീഗൽ സാമ്പത്തിക സ്രോതസ് ഇവരാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും 2 ചേരിയിൽ നിന്നു. പക്ഷെ പ്രയാസമുണ്ടായി. എന്ന് സാമ്പത്തികമായ പ്രതിബദ്ധതകൾ, സമുദായത്തിന്റെ പണം വിഹിതം ചെയ്തു പോകുന്ന ഘട്ടമുണ്ടായി. വലിയ പ്രയാസം. നാഷണൽ ലീഗിന് ഇവരെക്കാളൊക്കെ ബലമുണ്ട്, ഒരു MLA ഉണ്ട്, പക്ഷെ പിടിച്ചു നിൽക്കാനാവുന്നില്ല. എന്താ കാര്യം? അവരുടെ കയ്യിൽ പണമില്ല. അതൊരു തീവ്രവാദ സംഘടനയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പണമില്ല. എന്നാൽ ഇവരുടെ കയ്യിൽ കോടാനുകോടി രൂപയുടെ ബലമുണ്ട്. മുജാഹിദുകൾ പിരിച്ചിട്ട് ഗൾഫിൽ നിന്ന് പണം പിന്നെയും ഇവർക്ക്, സുന്നികൾ പിരിച്ചിട്ട് പിന്നെയും പണം ഇവർക്ക്. ലോകത്തിലെ വിദേശ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സംഘടനയാണ് KMCC അല്ലേ? ആ KMCC-കാരൻ പണം ഒടുക്കുന്നത് സമസ്തക്കാണ്, നദ്വത്തുൽ മുജാഹിദിനാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ്. പക്ഷേ അവരെക്കാൾ പണം ഇവരുടെ കയ്യിൽ. പോസ്റ്ററുകൾ 10 തരം, ബാനറുകൾ 10 തരം, ഫ്ലക്സ് ബോർഡുകൾ അതിലേറെ തരം, പത്രം അതിലെത്ര എഡിഷനുകൾ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ എന്താണ്? അന്വേഷിക്കണം പണത്തെക്കുറിച്ച്. എവിടുന്നായി പണം? എവിടുന്നായി പണം? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് പണം വാങ്ങുക. ഇവരെ തിരിച്ചറിയാൻ സ്നേഹമുള്ളവരെ നമുക്ക് കഴിയണം. ഇസ്ലാമിന്റെ പേരിൽ എന്ന് പറഞ്ഞ് പോക്കൃത്തം കാണിക്കുന്നവനെ മുസ്ലിം സമൂഹം ഒറ്റപ്പെടുത്തണം. അതാ നിവൃത്തിയുള്ളൂ.
അതാ നിവൃത്തിയുള്ളൂ. ആ മുസ്ലിം സമുദായം ആ ബാധ്യത ഏറ്റെടുക്കണം. ഇസ്ലാമിന്റെ പേരിലല്ലേ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസവും നടത്താൻ പറ്റൂല. ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ അതിന് ചില രീതികളുണ്ട്, ചില പദ്ധതികളുണ്ട്, ചില പരിപാടികളുണ്ട്. ഇന്ന വഴിക്ക് പോകണം. ഇത് സമ്പൂർണ്ണ മതാണ്. നിങ്ങളുടെ സൗകര്യത്തിന് മാത്രം സമ്പൂർണ്ണ മതം ഉപയോഗിച്ചാൽ പോരാ. ഇത് സമ്പൂർണ്ണ മതാണ്. യുദ്ധം എങ്ങനെ ചെയ്യണം, സമാധാനം എങ്ങനെ ഉണ്ടാക്കണം, കരാറുകൾ എങ്ങനെ പാലിക്കണം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം. ഒരു വലിയ യുദ്ധം കഴിഞ്ഞു വരുന്ന സഹാബത്തിനോട് പ്രവാചകൻ പറയുന്ന ഒരു ഘട്ടമുണ്ട് ഇല്ലേ? കുട്ടികൾ ആക്രമിക്കപ്പെട്ടു കേട്ടപ്പോ അരുത് കേട്ടോ, ശാസിക്കുകയാണ് പാടില്ല. സ്ത്രീകളെ ആക്രമിക്കരുത് കേട്ടോ, പുരുഷന്മാർ വൃദ്ധന്മാരെ ആക്രമിക്കരുത് കേട്ടോ, പുറകൊന്ന് കുത്തരുത് കേട്ടോ, മരങ്ങളെ മുറിക്കരുത് കേട്ടോ, മൃഗങ്ങളെ നിങ്ങൾ മുറിവേൽപ്പിക്കരുത് കേട്ടോ. അവരൊന്നും നീയുമായി യുദ്ധത്തിന് വരുന്നവരല്ല. കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഉഴുതു ബിസ്മില്ലാ വഫീ സബീലില്ലാ വലാ തഅദുറു വലാ തഅലു വലാ തുബസ്സിലു വലാ തഖ്തുലു ശൈഖൻ കബീറ വലാ വലീദൻ വലാ ഇംറഅതൻ വലാ റാഹിബൻ ഫീ സൗമാ. ഉഴുതു ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ യുദ്ധത്തിന് പോയിക്കോ. അള്ളാന്റെ നാമത്തിലാണോ പോണത് എങ്കിൽ വഫീ സബീലില്ലാ, അവന്റെ മാർഗത്തിലാവണം. അവന്റെ മാർഗത്തിലാണോ പോകുന്നത് എങ്കിൽ വലാ തഅദുറു വലാ തഅലു, നിങ്ങൾ അതിര് കവിയരുതേ, വഞ്ചന കാണിക്കരുതേ. വലാ തുബസ്സിലു, നിങ്ങൾ ചിത്രപഥം ചെയ്യരുതേ. സ്ത്രീകളെ നിങ്ങൾ ആക്രമിക്കരുതേ. വലംറഅതൻ, കുട്ടികളെ നിങ്ങൾ ആക്രമിക്കരുതേ. വല വലീദൻ, പ്രായമുള്ളവരെ നിങ്ങൾ ഒരിക്കലും ആക്രമിക്കരുത്. ശത്രുവാകാം, അവൻ പ്രായമുള്ളവരാണ്. അതിനെക്കുറിച്ച് അവരെ ആക്രമിക്കരുതെന്ന് പറയുന്നു. നിങ്ങൾ ക്ഷേത്രങ്ങളിലോ അമ്പലങ്ങളിലോ ചർച്ചകളിലോ പ്രാർത്ഥിക്കുന്നവൻ, അവൻ ഇറങ്ങി വന്ന് നീയുമാരി യുദ്ധത്തിൽ ഏർപ്പെടുന്നവരെ അവനെ പോയി നീ ആക്രമിക്കരുത്. എങ്ങനെ കൃത്യമായി ഒരു മതം നിർവചിച്ചു കൊടുത്തു, എത്ര കൃത്യമായി ഒരു മതം നിർവചിച്ചു കൊടുത്തു. ആ മതം എന്നിട്ട് പരിഹാസ്യാക്കല്ലേ? എന്താ പറയുന്നത്? ലവ് ജിഹാദ്. എന്റെ സ്നേഹമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മതം നമ്മുടെ ഇസ്ലാമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പദം ജിഹാദാണ് ഇല്ലേ? ജിഹാദ്, ലവ് ജിഹാദ്, റോമിയോ ജിഹാദ്. ക്യാമ്പസുകളിൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിക്ക് ലവ് ലെറ്റർ കൊടുത്താൽ അത് ലവ് ജിഹാദ്. ആരുടെ സൃഷ്ടിയാണോ ഇത്? തമിഴ്നാടും കർണാടകയും കേരളവും കേന്ദ്രമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരക്കാർ നടത്തുന്ന ശ്രമത്തിന് ഇവിടുത്തെ പോലീസ് പിന്തുണ കൊടുക്കുക. കോടതി ചീത്ത വിളിച്ചില്ലേ പോലീസിനോട്? സമുദായത്തെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കരുത്. എന്നാൽ സ്നേഹവും ഒരു ജിഹാദാണ്. ഏതു സ്നേഹം? ഉമ്മയെ സ്നേഹിക്കൽ ജിഹാദാണ്, വാപ്പയെ സ്നേഹിക്കൽ ജിഹാദാണ്, മക്കളെ ഇഷ്ടപ്പെടൽ ജിഹാദാണ്, നാടിനെ ഇഷ്ടപ്പെടൽ ജിഹാദാണ്, നിങ്ങളുടെ കുടുംബത്തെ ഇഷ്ടപ്പെടൽ ജിഹാദാണ്, നിങ്ങളുടെ അയൽപക്കക്കാരനെ സ്നേഹിക്കൽ ജിഹാദാണ്. ജിഹാദാണ്. ജിഹാദിന് ഒരുപാട് അർത്ഥമുണ്ട്. എത്ര വിശാലമാണത്, എത്ര വിശാലമാണ് ജിഹാദ് എന്ന് പറയുമ്പോൾ. അക്രമിയായ രാജാവിന്റെ മുഖത്ത് നോക്കി അത് തെറ്റാണെന്ന് പറയുന്നവൻ അത് ജിഹാദാണ് ഇല്ലേ? ജിഹാദിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അഭിമാനകരമായി ജീവിക്കുക മാത്രമല്ല, ഇസ്ലാമിന് കൂടെ അഭിമാനമുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് സാധിക്കണം. അതിന് ജമാഅത്തായി നിൽക്കുക. യദുല്ലാഹി മഅൽ ജമാഅ വമൻ ശദ്ദ ശുദ്ദ ഇലന്നാർ. ഒരുമിക്കുന്നവന്റെ കൂടെ അള്ളാഹു നിൽക്കുകയുള്ളൂ. ഡോണ്ട് ബി ഐസൊലേറ്റഡ്. നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടരുത്. ഒരുമിച്ച് നിൽക്കുക. അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഭിന്നിക്കുന്നവന് നരകമുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.